ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പറഞ്ഞൊരു വീഡിയോ ആണ് ഗൈസ്, ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. അതായത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മെജോറിറ്റി അതിനകത്ത് വന്നത് 24 hours നോ ഫുഡ് ചാലഞ്ച് ചെയ്യാനാണ്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം പിന്നെ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ 24 hours നോ സ്ലീപ്പ് ചാലഞ്ചും വന്നിട്ടുണ്ട്. എന്നാലും മെജോറിറ്റി വന്നത് 24 hours നോ ഫുഡ് ചാലഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 24 hours നോ ഫുഡ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. എന്തായാലും ഞാൻ പറയാം. നമ്മൾ ഇന്ന് എത്ര മണിക്കാണ് മോർണിംഗ് ഫുഡ് കഴിക്കുന്നത് കഴിച്ച് കഴിഞ്ഞു ആ സമയം മുതൽ അടുത്ത ദിവസം ആ സമയം ആകുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അതായിരിക്കും ചലഞ്ച്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ഫുഡ് എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ രാവിലത്തെ ഫുഡ് 1 കപ്പ് ചായ, പിന്നെ 3 ഇഡലി, പിന്നെ സാമ്പാർ. അത്ര ഗൈസ്. സാധാരണ ഇവിടുത്തെ ഇഡലി എന്ന് പറയുമ്പം ഇത്ര ഉണ്ടായിരിക്കും തിക്നെസ്. ഇന്നൊരു ചലഞ്ച് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയേ ഉള്ളു. എന്തായാലും നമുക്ക് കഴിക്കാം. അമ്മ ഇന്നലെ ചോദിച്ച ഇഡലി വെള്ളച്ചമ്മന്തി വേണമെന്ന്. എനിക്കിഷ്ടമല്ല കേട്ടോ വെള്ളച്ചമ്മന്തി. സോ ഞാൻ സാമ്പാറിൻ്റെ ചാറ് മാത്രമാണ് കഴിക്കുന്നത്. താങ്ങാൻ പറ്റുമോ കുഞ്ഞേ? ഗൈസ്, ഞാൻ വിശന്നിരിക്കാറുണ്ട് ഇവിടെ. സ്കൂളിൽ പോകുമ്പോഴൊന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കത്തില്ല. സോ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ കഴിച്ച് കഴിഞ്ഞത് 11:05 കേട്ടോ രാവിലെ. അപ്പം നാളെ 11:05 ആകുമ്പോഴായിരിക്കും നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം നമ്മൾ ഇത്തവണ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വേണം. അപ്പം നമ്മൾ ഈ ഒരു കുപ്പി വാട്ടർ മാത്രമേ കുടിക്കത്തുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞു പോയാൽ നമ്മൾ ഈ ഒരു ചലഞ്ചിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആവും ഗൈസ്. അതുകൊണ്ട് ഈ വെള്ളം മാക്സിമം കുറച്ചായിട്ട് കുടിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഇപ്പോൾ 11:30 സമയം. ഇനി പരിപാടിയൊന്നും ഇല്ല, കഴിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ ഇവിടെ അമ്മയും ചുറ്റും ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അമ്മയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ ചാലഞ്ച് 24 hours കംപ്ലീറ്റ് ആക്കുമെന്ന്? ഇല്ല മോളെ, നമുക്ക് ഫുഡില്ലാതെയും ജീവിക്കാം. പക്ഷെ വെള്ളം, അതും ഈ അതിയായ ചൂട് സമയത്ത് വെള്ളമില്ലാതെ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി ചുറ്റുപൊന്നാൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ചുറ്റുപൊന്നാൻ, ഞാൻ ഇനി നാളെ രാവിലെ 11:05 ആകുമ്പോഴേ ഫുഡ് കഴിക്കത്തുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും സ്നാക്സ് ആയിട്ടും ഡിന്നറും ഒന്നും കഴിക്കൂല. അപ്പം ചുറ്റുപൊന്നാന് തോന്നുന്നുണ്ടോ ഞാൻ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കുമെന്ന്? ആക്കുവോ? എന്താ ഓ കണ്ടോ, ഈ വിശ്വാസം പോലെ ഈ അമ്മയ്ക്കില്ല. എന്തൊരു സ്വഭാവമാണെന്ന് നോക്കി. എനിക്കറിയാം നിനക്ക് ആഹാരം ഇല്ലാതെ പറ്റത്തില്ലെന്ന്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്കൂളിൽ പോവാറുണ്ട്. അതിന്റെ ഇരട്ടി ഉച്ചയ്ക്ക് വരുമ്പോൾ തിന്നാറില്ലേ? ചുറ്റിപ്പൊന്നാൻ താങ്ക് യു. എൻ്റെ ചുറ്റിപ്പൊന്നാൻ മാത്രമേ ഉള്ളൂ എന്നെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്ക്, എൻ്റെ സുന്ദരി കോതയാണോ ഇത്? അപ്പോൾ ഇപ്പം 11:30 ആയി അമ്മ. 11:30 ആയിട്ടുള്ളൂ. നാളെ 11 മണി വരെ അല്ലേ? അപ്പം നടക്കുമല്ലോ, നമുക്ക് നോക്കാം. നടത്തും. അപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട് ഉച്ചയ്ക്ക്. എനിക്ക് ദാഹിക്കാൻ തുടങ്ങി ഗൈസ്. നമ്മൾ കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വെളിയിലോട്ട്. ആ ചുറ്റുപ്പന ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിക്കാം. ഇത് തീരാതെ നോക്കണം, അതോ ഒരു പ്രശ്നം. ഭയങ്കര വെയിലാട്ടോ ഇപ്പോഴത്തെ വെയിൽ. ഇവിടം വരെ വെയിലുണ്ട്. ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഈ ചൂടത്തൊന്നും. വേറെ എനിക്കൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു ഗൈസ്. എനിക്ക് ഇത്ര നാൾ അറിയത്തില്ലായിരുന്നു, വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. അതായത് ഇത് കാല് നമ്മൾ സാധാ സ്കൂട്ടറിൻ്റെ അകത്ത് വെക്കത്തില്ലേ കാല്, അങ്ങനെ ഓടിക്കത്തില്ല. അങ്ങനെ എനിക്ക് ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ സാധാ കാലിങ്ങനെ താഴെ വെച്ചിട്ട് പയ്യെ ആക്സിലേറ്റർ കൊടുത്ത് അങ്ങനെയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഒരു 1 വീക്കായി ഞാൻ ഓടിക്കാൻ പഠിച്ചു. ഇപ്പോൾ കാല് സാധാരണ രീതിയിൽ എങ്ങനെയാണോ സ്കൂട്ടർ ഓടിക്കുന്നത് അതുപോലെ കാല് വെച്ചിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത്. കൊള്ളാം.
ഞാൻ സൈക്കിൾ ഓടിക്കുന്ന ആ ഒരു ബാലൻസ് ഉണ്ടായതുകൊണ്ട് വലിയ എനിക്ക് ഡിഫിക്കൽട്ടി തോന്നുന്നില്ല. അമ്മയുടെ സ്കൂട്ടർ തന്നെയാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും കുറേ റൗണ്ട് ഓടിക്കാറുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഓടിക്കാറുണ്ട്. അപ്പോൾ വെയിലത്ത് ഞാൻ ഇറങ്ങാറില്ല. 5 മണി 4:30 സമയമില്ലേ, ആ സമയത്തൊക്കെ ഞാൻ റോഡിലോട്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങാറുള്ളൂ. അപ്പം എനിക്ക് ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് ഗൈസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ ഓടിക്കണം, അതൊന്നും ഞാൻ പാലിക്കാറില്ല ഇവിടെ. കാരണം ഇത് കോൺക്രീറ്റ് റോഡ്, അപ്പം ഇടയ്ക്കൊക്കെ വണ്ടി വരാറുള്ളൂ. അഥവാ വണ്ടി വന്നാലും ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് ഹോൺ അടിക്കാറൊക്കെ ഉണ്ട്. സോ അല്ലാതെ ഞാൻ ലെഫ്റ്റ് വഴി വരുന്നത് ആ ഒരു റൂളൊന്നും ഞാൻ പാലിക്കാറില്ല. ഞാൻ നടുക്കൂടാണ് വണ്ടി ഓടിക്കാറ്. ഇപ്പം സൈക്കിളായാലും അങ്ങനെ തന്നെയാണ്, ഞാൻ നടുക്കൂടാണ് വണ്ടി. ഇത് കണ്ടോ, ഇവിടെ നന്ദൻ ചേച്ചി വന്ന് കഴിക്കാതിരിക്കുക. ഇവിടെ നാരങ്ങ വെള്ളവും ഗ്രേപ്സും ഒക്കെ വേണ്ട. എന്തൊരു മനസ്സായില്ല. ഓ കണ്ടോ, നല്ല മുന്തിരിങ്ങ നാളെ കഴിക്കാം. വേണ്ട നാളത്തേക്ക് മതി. ഇല്ല. അപ്പൊ ഇപ്പൊ സമയം 1:40. ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടുമില്ല, വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല. സോ 2:30 സമയം. ഇവിടെ എല്ലാവരും TV കാണുന്നു, അതിനോടൊപ്പം ഫുഡ് കഴിക്കുന്നു. നല്ല ടേസ്റ്റ് അല്ലേ, നല്ല ബീട്രൂട്ട് വരെ, നല്ല അച്ചാറ്, നല്ല പൊട്ടറ്റോ ഫ്രൈ, നല്ല ചോറ്. ഞാൻ ചാലഞ്ച് ചെയ്യുന്നോണ്ട് മാത്രം ഇവര് രാവിലെ മീൻ മേടിച്ചു, വലിയ മീൻ. എന്തുവാ കഴിക്കാൻ കൊള്ളാവോടെ? ചുച്ചു അൾട്ടിമേറ്റ് പുച്ചമുള്ളി. ഇവരൊക്കെ ഫുഡ് കഴിക്കുക, എനിക്ക് എന്തായാലും വേണ്ട കേസ്. എനിക്ക് വിശക്കൊന്നുമില്ല, എനിക്ക് ദാഹിക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കഴിക്കത്തില്ല, എന്ത് വന്നാലും ഞാൻ കഴിക്കത്തില്ല കേസ്. അതാണ് ചലഞ്ച്. ചലഞ്ച് അല്ലേ, ഒരു ചലഞ്ച് ഏറ്റെടുത്താൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാനൊരു ഉത്തരവാദിത്തം നമ്മുടെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചീറ്റിങ് കാണിക്കാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഒരു 4:40 ഇപ്പം സമയം. ഇതിലേക്ക് ഞാൻ എന്തായാലും കഴിച്ചോ? ഇല്ല. വെള്ളം കുടിച്ചോ? കുറച്ച് കഴിക്കാൻ വിളിച്ചിട്ട് വന്നില്ല, ചാലഞ്ച് ആണെന്ന്. ഞാൻ വിചാരിച്ച അങ്ങനെ ഇരിക്കട്ടെന്ന്. അപ്പം വിശപ്പ് ഒക്കെ തോന്നുമ്പോൾ തന്നെ കഴിച്ചോളൂ. വിശപ്പ് തോന്നുന്നത് നാളെ രാവിലെ 11:05 സോ എൻ്റെ ചുച്ചുപ്പൊന്നാൻ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തല്ലേ ചുച്ചുപ്പൊന്നാൻ? നോക്ക്, എൻ്റെ ചുച്ചുപ്പൊന്നാൻ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ചുച്ചുപ്പൊന്നാൻ എടുത്ത മീൻ ചുച്ചുപ്പൊന്നാൻ തിരിച്ചു വെച്ച്, ഞാൻ കഴിക്കാത്തതുകൊണ്ട്. നല്ല തലവേദനയുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പം തലയിൽ ഷാമ്പു ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ എണ്ണ തേച്ചില്ലായിരുന്നു. അപ്പം ഇന്ന് എണ്ണ തേച്ചൊക്കെ ഒന്ന് കുളിക്കാൻ. അങ്ങനെ എൻ്റെ തലയിൽ എണ്ണയൊക്കെ അമ്മ തേച്ച് തന്നു. ഞാൻ കുറച്ച് വണ്ടി ഓടിച്ചു കേസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് റൗണ്ട് ഓടിച്ചിട്ടൊക്കെ വരും വൈകുന്നേരം ഈ സമയമൊക്കെ ആകുമ്പോൾ. ഒരു അനുവിനെ ഇപ്പം അമ്മ എണ്ണ തേച്ച് കൊടുത്തോണ്ടിരിക്കുക തലയിൽ. അപ്പോൾ ഇനി നമുക്ക് കുളിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പം കുഞ്ഞുമുടികളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട മുടികളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നു. അപ്പോൾ ഈ ചൂടത്ത് എനിക്ക് അതൊന്നും സഹിക്കാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഈ ഹെയർ ബാൻഡ് എടുത്ത് മുകളിലോട്ട് വെച്ചു. ഇതെനിക്ക് രഞ്ജു ചേച്ചി മേടിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ സമയം 6:45. അപ്പം ഞാൻ ഇത്രയും വെള്ളം കേട്ടോ, ഇത്രയും നേരമായിട്ട് കുടിച്ചത്. രാവിലെ മുതൽ ഇത്രയും വെള്ളമേ കുടിച്ചിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ വെള്ളം കുടിക്കാനും തോന്നുന്നില്ല, കഴിക്കാനും തോന്നുന്നില്ല, വിശക്കുന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. കാരണം എനിക്കിതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തലവേദന എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഒരു ദിവസം വണ്ടർലയിൽ പോയപ്പം വണ്ടർലയിൽ ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചില്ല. അപ്പം നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ചൂടോടെ അവിടുത്തെ ഒരു കപ്പ് നൂഡിൽസ് വാങ്ങി കഴിച്ചപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല തലവേദനയൊക്കെ അപ്പോഴേ പോയി. പക്ഷേ എനിക്കിപ്പോൾ തലവേദന എടുക്കുന്നുണ്ട്. വെള്ളം ഇത്ര കുടിച്ചോളൂ. ഫുഡ് കഴിക്കാത്തതിൻ്റെ ആണോ തലവേദന, അതോ ഞാൻ മുടി എപ്പോഴും ഇവിടെ മറ്റേ ക്ലച്ചർ വെച്ച് കെട്ടി വെക്കുന്നതുകൊണ്ടാണോ തലവേദനയെന്നും എനിക്കറിയത്തില്ല. സോ എന്തായാലും 6:45 സമയം. ദാണ്ടേ ഒരാൾ നോ ഫുഡ് ചാലഞ്ച് എടുത്തിട്ട് ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്നു. വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടും കുടിക്കുന്നില്ല.
ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടും കഴിക്കുന്നില്ല. അപ്പോൾ ഇതാ 8:45 സമയം ഗൈസ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന മഴ എത്തി ഗൈസ്. ഇവിടെ കൊച്ചു പിള്ളേരെ പോലെ രണ്ട് സൈഡിൽ മുടി കെട്ടിയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. മഴ ആസ്വദിക്കും. അടിപൊളി മഴയുടെ നല്ല തണുപ്പുണ്ട്. സോ ഗൈസ് ഞാൻ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ്. സത്യം പറഞ്ഞാൽ വിശക്കുന്ന വയറിൽ നിന്നൊക്കെ ഗുളുഗുളു സൗണ്ട് കേട്ടോ. ഭയങ്കര. ഞാൻ പിന്നെ കുറച്ച് അരമണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റു. അപ്പോൾ ഇപ്പോഴാണ് മഴയുടെ ഇത് കണ്ടത്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു നല്ല മഴ പെയ്തത്. അയ്യോ ഭയങ്കര ഇടി കേട്ടോ. ഇടിയും മിന്നലും അടിപൊളി. കാല് കഴിഞ്ഞിട്ടുണ്ട് രാത്രി. ഞാൻ ഇത്രയൊക്കെ പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗൈസ്. കാരണം എനിക്കറിയത്തില്ല, ഞാൻ ഒരു നേരം 2 നേരമൊക്കെ വിശന്നിരിക്കും. പക്ഷെ എനിക്ക് ഇത്രയും നേരമൊന്നും പറ്റത്തില്ല. നല്ല വിശപ്പുണ്ട്, വയറ്റിൽ നിന്നൊക്കെ ഗുളുഗുളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ കഴിക്കത്തില്ല. ചലഞ്ച്. ബിഗ് ബോസ് ഒക്കെ കാണാൻ വേണ്ടി TV ഒക്കെ ഓണാക്കി അത് കഴിഞ്ഞിട്ട് അവരൊക്കെ ഫുഡ് കഴിച്ച് ഗൈസ്. ആ ഒറ്റ ഇരിപ്പിന് എന്താ ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുക ആ സമയം കൊണ്ട് ഇത്രയും വെള്ളം വെച്ച് സർവൈവ് ചെയ്യണം നമ്മൾ. അപ്പം ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട് രാത്രി. അപ്പം അടുക്കളയിൽ അമ്മയൊന്ന് സഹായിച്ചിട്ടൊക്കെ ഞാൻ വരാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണം. അപ്പോൾ ഒരു 11 മണിയാവാൻ പോകുന്ന മുടി അമ്മ പിന്നെ തരും കേട്ടോ. ഉണങ്ങിയില്ല ഇതുവരെ മുടി, അതുകൊണ്ട് നമ്മൾ ലൂസായിട്ട് ഒറ്റ സൈഡേ കിട്ടുന്നുള്ളൂ. അപ്പം ഈ മുടിയൊന്നും ഒറ്റയ്ക്ക് പിന്നുമ്പം അതിൻ്റെ ഉള്ളിൽ കയറത്തില്ല. അപ്പം ഞാൻ ഓൾറെഡി 2 ബാൻഡൊക്കെ എടുത്ത് വെച്ചിരുന്നായിരുന്നു 2 സൈഡ് പിന്നെ കെട്ടാനൊക്കെ. പക്ഷെ അമ്മ ഇപ്പോഴാണ് പറയുന്നത് മുടി ഉണങ്ങിയില്ലെന്ന് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ ഫുഡ്? കഴിച്ചോ അമ്മ? ഞാൻ കഴിച്ചോ അമ്മ? ഇല്ല, ഇതുവരെയും കഴിച്ചില്ല. കഴിച്ചില്ല. ഇവര് കഴിക്കുമ്പോ എനിക്ക് എന്താ പോലെ. ഇവരെന്റെ മുന്നിൽ ഇരുന്ന് കഴിക്കുന്നു. ഈ ചുച്ചൊക്കെ ഞാൻ എന്റെ മുന്നിൽ ഇരുന്ന് കഴിക്കും. ഞാൻ വിശന്നിരിക്കുവെന്ന് പറഞ്ഞിട്ട്. വാട്ട് എ പീപ്പിൾ. എന്തായാലും ഞാൻ കഴിക്കും നാളെ രാവിലെ. മര്യാദക്ക് പറഞ്ഞല്ലേ ഒന്നും വേണ്ടാന്ന്. സോ അപ്പം 11:10 ഇപ്പം സമയം. ഇവർ ഫുഡൊക്കെ കഴിച്ചേ നമ്മൾ കിടക്കാൻ പോകും. നമ്മൾ ഈ സമയത്താണ് സാധാരണ കിടക്കാറ്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ് ഗൈസ്. ഇനിയിപ്പം ഒന്നുമില്ല, നാളെ രാവിലത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അമ്മ 11:10 എന്തായാലും പ്രതീക്ഷ ഉണ്ടെന്ന് ഇത്ര നേരം നിൽക്കുമെന്ന്. പ്രതീക്ഷയില്ലായിരുന്നു. നേരം ഞാൻ ഒന്നും കഴിക്കാതിരുന്നപ്പോൾ എന്തോ തോന്നി. നീ തന്നെയല്ലേ അനുഭവിച്ചത്, തലവേദനയും. അപ്പം 11:10 കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സമയം. അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്, നാളെ കാണിക്കാം ഗൈസ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇപ്പം സമയം 11 മണി കഴിഞ്ഞെന്നും കണ്ട് തോന്നുന്നു. അപ്പം എന്തായാലും നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് നേരം കൂടെ ഉള്ളൂ. ഞാൻ പോയി സമയം നോക്കട്ടെ ഗൈസ്. അപ്പം 11:05 1 മിനിറ്റും കൂടെ. 11:05. അപ്പോൾ ഇവിടെ രാവിലെ കഴിക്കാൻ ദോശയും സാമ്പാറും ചമ്മന്തി കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഇഡലി ആയാലും എനിക്ക് വലുതായിട്ട് ഒരുപാട് കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനിപ്പം കഴിക്കാൻ എടുത്തേക്കുന്നത് ഇതിനകത്ത് പാലുണ്ട് ഗൈസ്, പാലും പഞ്ചസാരയും. അപ്പം പാല് തിളപ്പിച്ചതും കോൺഫ്ലെക്സും ഇതാണ് കഴിക്കാൻ പോകുന്നത് ഗൈസ്. എനിക്ക് രാവിലെ ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമുക്കിത് കഴിക്കാം. നമുക്കിത് ഇതിലോട്ടിട്ട് കൊടുക്കാം. ആശ്വാസം. ഞാൻ വെള്ളം ഇന്നലെ ഇത്ര ആക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ കുടിച്ച് തീർന്നാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ലായിരുന്നു, അതിനൊരു പ്രയോജനം ഇല്ലാതായി പോവും. അപ്പോൾ ഇത്രയും വെള്ളം ബാലൻസ് വെച്ചു. കാരണമെന്ന് വെച്ചാൽ രാത്രിയിലാണ് ഇച്ചിരി കൂടെ ഞാൻ കുടിച്ചത് ഉറങ്ങാൻ പോകുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചലഞ്ച് എന്ന് പറയുമ്പം ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷനിൽ വെള്ളം കുടിക്കാതെ ഒട്ടും നമുക്ക് പറ്റത്തില്ല. അതായത് ഞാൻ വലുതായിട്ട് ഇന്നലെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലെങ്കിലും നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു ഈ കുപ്പിയിൽ. അപ്പോൾ എന്തുവാ അത്രത്തോളം നമുക്ക്
ഈ ഒരു ചൂട് സഹിക്കാനും പറ്റത്തില്ല, നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാനും പറ്റത്തില്ല. നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിലും നമുക്ക് വെള്ളം ഇല്ലാതെ നമുക്ക് ഒട്ടും പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് പോലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കുമെന്ന്. അല്ലാതെ ഈ സ്കൂളിൽ പോകുമ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാറുണ്ട്, ട്യൂഷനൊക്കെ രാവിലെ ഉള്ള സമയത്ത്. അപ്പം എനിക്ക് അങ്ങനെ വിശന്നിരിക്കാറൊക്കെ ഉണ്ട്. അല്ലാതെ ഞാൻ ഇത്രയും നേരം ഒന്ന് 24 hours എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടാസ്ക് ആട്ടോ. അത് ഞാൻ കംപ്ലീറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ 24 hours നോ ഫുഡ് ചലഞ്ച് എന്നൊരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിത് ഒരു നോമ്പെടുക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അതുപോലത്തെ വെള്ളം കുടിക്കല് എന്നൊക്കെ ഇല്ലേ, വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ, ബട്ട് സ്റ്റിൽ വിശന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. നമുക്ക് 2 നേരമൊക്കെ വിശന്നിരിക്കാം, പക്ഷേ എന്നാലും ഞാൻ പിടിച്ച് നിന്ന് ആ വെള്ളം വെച്ചിട്ട് നമ്മൾ പിടിച്ച് നിൽക്കാറ്. മാക്സിമം തീർക്കാതെ വെള്ളം നോക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ചലഞ്ച് ചെയ്യുന്നത്. സോ നമ്മുടെ 24 hours നോ ഫുഡ് ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വ്ലോഗ്. ബൈ.